അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഡെസേർട്ട് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പാലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളച്ച് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഇനി നമുക്ക് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പഞ്ചസാര പൊടിച്ചെടുത്താലും മതി. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പിന് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു മഞ്ഞ ഫുഡ് കളറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അടപ്പെടുത്തിട്ടുണ്ട്. അതിനെ ഒരു റൗണ്ട് ഷേപ്പിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് കുറച്ചൊന്ന് എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു ബ്രെഡ് എടുത്ത് അതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ എഡ്ജെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലൈനിലോട്ടൊന്ന് ഡിപ്പ് ചെയ്യാം. ഒരുപാട് അങ്ങ് ഡിപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ്. അതെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊരു കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം.